നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ ചത്തോളെ. ചാവോ എന്നെ തനിച്ചാക്കിട്ട് ചാവാൻ തീരുമാനിക്കോ? അതെടുത്ത് അവിടെ നട്ടാ മതി. അതിൽ പിന്നെ കുറച്ചുകൂടി കുഴിക്കണം. കൈ വേദനിച്ചിട്ട് ഞാൻ നിർത്തിയതാ. മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷെ മടി അങ്ങോട്ട് പോകുന്നുമില്ല അല്ലേ? ഇന്ന് കാണിച്ചേ. ഈ മരുന്ന് വെച്ചാ മാറും. അത് പെട്ടെന്ന് ശരിയാവും ചേച്ചി. എന്താ ചെയ്ത്? എന്താ എന്തുപറ്റി? ചെടിക്കൊരു കുഴി എടുക്കാൻ നോക്കിയതാ, കുപ്പിച്ചില്ല കൊണ്ടു. കുഴിയിലും കുപ്പിച്ചില്ലേ? അതിന് വന്നു നോക്കട്ടെ. വരുൺ എന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നേ? ഇതൊരു ചെറിയ കാര്യമല്ലേ? ഇതാണോ ചെറിയ കാര്യം? എന്താ എന്താ പറ്റിയേ? ഇതെന്താ കയ്യിന്ന് വല്ലാത്തൊരു മണം? അത് ഞാൻ പെട്ടെന്ന് നിലവിളിച്ചപ്പോ അവള് മരുന്നെടുത്ത് കയ്യിലൊഴിച്ചതാ. കൈ മുറിഞ്ഞ ഒരാൾ നിലവിളിക്കുമ്പോ ചെടിയിലടിക്കുന്ന മരുന്ന് ഒഴിച്ചു കൊടുക്കുന്നൊന്നും അവത്തുമല്ല, കരുതി കൂടി ചെയ്തായിരിക്കും. ഞാൻ അബദ്ധത്തിൽ ചെയ്തോ കരുതിക്കുട്ടി ചെയ്തോ? വരുൺ എന്താ ഇത്? ഞങ്ങള് ചേച്ചി അനിയത്തി തമ്മിലുള്ള പ്രശ്നോ? ഇത് ഞങ്ങള് തീർത്തോളാം. തീർത്തോ, പക്ഷേ അത് ഇവിടെ വെച്ച് വേണ്ട. വരുൺ ഒന്ന് വെറുതെ ഇരിക്കേ. മോളെ കൈ നന്നായിട്ട് കഴുക, എന്നിട്ട് അകത്ത് ഓയിൽമെന്റ് ഉണ്ട്, അതെടുത്തിട്ടാ മതി. ചെല്ല്. വേദനിക്കുന്നു. മതി. കൈ നന്നായിട്ട് തുടച്ചിട്ടേ ചെന്ന് മരുന്നെടുത്തിട്ട് ചെല്ലേ. അയാൾ മ്യൂസിക് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ വേഷം പോലും മാറ്റിക്കാതെ കൊണ്ടുവന്ന് ഇത് ചെയ്യിക്കാൻ തനിക്ക് എന്താ തിരക്കെടുക്കും? വരുൺ അമ്മേ, ഇത് കരുതി കൂട്ടി ചെയ്തതാ. ഇയാളെ മനസ്സ് ശരിയല്ല. വരുൺ നീ അകത്ത് പോയി പോ. കണ്ടോ അമ്മ, ഈ കുഴിയിൽ എങ്ങനെ കുപ്പിച്ചില് വന്നു എന്ന് എനിക്കറിയില്ല. വരുണ്ട് പറിച്ചിൽ കേട്ടാ തോന്നും ഞാൻ കരുതി കൂട്ടി ചെയ്താന്ന്. ഒരാള് നമ്മളെ സംശയിക്കുന്നതില് വിഷമിച്ചിട്ട് കാര്യമില്ല മോളെ. സംശയം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നോക്കണം. രാധിക ഒരു പാവം കുട്ടിയാ. എന്തിന്റെ പേരിലായാലും അവളെ ദ്രോഹിക്കണമെന്ന് ഒരാൾക്ക് തോന്നിയാൽ അതിനുള്ള ശിക്ഷ ദൈവം കൊടുക്കും. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ.
അയ്യോ, ആരെങ്കിലും കാണുമെന്ന് എന്ന് പറയാൻ നിൽക്കണ്ട. അവിടെ എങ്ങും ആരുമില്ല. പൊയ്ക്കോളൂ. കൈവേദന ഉണ്ടോ? പൊയ്ക്കോളൂ പറഞ്ഞില്ലേ. കൈവേദന ഉണ്ടോന്ന്? ഓ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. കൈ വേദന ഉണ്ടോന്ന് ചോദിച്ചാൽ അതിന് മറുപടി പറയണം. വേദന കുറവുണ്ട്. ഇത് പ്രിയങ്ക കരുതിക്കുട്ടി ചെയ്തല്ലേ? അതെ, തന്നെ വേദനിപ്പിക്കാൻ വേണ്ടി കരുതിക്കുട്ടി ചെയ്ത. എന്നിട്ട് താൻ എന്താ ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നത്? എടോ, താൻ എന്തിനാ ഇങ്ങനെ പാവാവുന്നത്? എടോ, അടി കിട്ടി അത് തിരിച്ചു കൊടുക്കാൻ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കല്ലേ വേണ്ടത്. എന്തിനാ താൻ ചിരിക്കുന്നേ? എനിക്ക് അവളോടുള്ള കടപ്പാട് എന്താണെന്നറിയോ? പ്രിയങ്കോട് എന്ത് കടപ്പാട് ഉണ്ട്. എന്നെ വളർത്തിയത് അവളുടെ അച്ഛനമ്മയാ. അവൾക്ക് കിട്ടേണ്ട സ്നേഹത്തിന്റെ പകുതിയാ ഞാൻ അനുഭവിക്കുന്നത്. ഒരുപക്ഷെ അവളെക്കാൾ കൂടുതൽ അച്ഛനമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് അവളെ കൂടി വിട്ടുതരുന്നല്ലേ? അപ്പൊ അത് കടമയല്ലേ? നന്നായി. ഇങ്ങനെയാണോ കടം വീട്ടുന്നത്? ഇങ്ങനെ പോയ നാളെ അവള് തന്നെ കൊന്നാലോ? ഞാൻ സഹിക്കും. ഭ്രാന്താ തനിക്ക്. അതെ, അതുകൊണ്ടാ അവളെ ഓർത്ത് എന്റെ അടുത്തേക്ക് വരാതിരിക്കാനും എന്നോട് സംസാരിക്കാതിരിക്കാനും ഞാൻ പറഞ്ഞത്. താനേ തന്റെ കടം വെട്ടിക്കും. പക്ഷേ അതിൽ ഞാൻ പങ്കാളിയാകില്ല. എടോ, എനിക്ക് കടവും കടപ്പാടും ഒക്കെ തന്നോടാ, എന്റെ ഭാര്യയോട്. ഇത് പറയാനാണോ ഈ രാത്രിയിൽ ആരും കാണാതെ ഇങ്ങോട്ട് കയറി വന്ന്? ആ, വെളിച്ചത്ത് നിർത്തി എല്ലാവരും കാണുക പറയണമെന്നുണ്ട്. സമ്മതിക്കില്ലല്ലോ. ഞാൻ ചത്തോളെ. ചാവോ? എന്നെ തനിച്ചായിട്ട് ചാവാൻ തീരുമാനിക്കൂ. മരണത്തിന് പോലും തന്നെ വിട്ടുകൊടുക്കില്ല. മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് ഒരു മരുന്നുണ്ട്. ഇനി ഉണങ്ങിക്കോളൂ. നല്ല മരുന്ന്. അപ്പോ ഗുഡ് നൈറ്റ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.